ശരിയാ. ഇതാണ് അച്ഛനും അമ്മയും കൂടെ നിനക്ക് കണ്ടുവച്ചിരിക്കുന്ന ചരക്ക്. പാപ്പാ, അപ്പൊ സാറിന്റെ കയ്യിൽ എഴുത്തു കൊടുക്കണ്ടേ? അത് ഞാനങ്ങ് മറന്നു. വാ. വരണം വരണം. നമസ്കാരം. ഞങ്ങൾ കുറെ നേരമായി പ്രതീക്ഷിക്കുകയാണ്. ഇരിക്കൂ. യാത്രയ്ക്ക് സുഖമായിരുന്നു? പ്രത്യേകിച്ച് സുഖമില്ലായിരുന്നു. ഗോമതി, അവര് വന്നു. മോളെ വിളിക്കേ. ശ്രീധരന് അമ്മയെ കണ്ട് ഓർമ്മയില്ല അല്ലേ? ഇല്ല. അവർ രണ്ടുപേരും ഇവൻ കൊച്ചായിരുന്നപ്പോഴേ മരിച്ചു. ഇനി അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങളുണ്ടല്ലോ. ശ്രീധര, അമ്മാവനും അമ്മായിയും വന്ന് മോളെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാ പോയത്. എന്നാലും ഞാൻ നിർബന്ധമായി പറഞ്ഞു ശ്രീധരൻ വന്ന് മോളെ കണ്ട് ഉറപ്പിച്ചാ മതിയെന്ന്. അതല്ലേ അതിന്റെ മോറ. പിന്നെ ഇത് സാറിനുള്ളൊരു കത്ത. അമ്മാവൻ തന്നയച്ചതായിരിക്കും അല്ലേ? ഇതാണ് എന്റെ മോള് രാധിക. മോളെ, ഇതാണ് ശ്രീധരൻ. വായിക്കുന്നതിന് കത്ത് തിരിച്ചു വാങ്ങിക്ക. ക്ഷമിക്കണം സാർ, ഈ കത്ത് സാറിനുള്ളതല്ല. പെണ്ണ് കാണാൻ വന്ന വെപ്രാളത്തിന് ഇവൻ ആള് മാറി തന്നുപോയതാ. അമ്മായി പെണ്ണിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചു പോയി. നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചതല്ലേ മോനെ? പക്ഷെ പൊളിഞ്ഞുപോയി. പക്ഷേ ശ്രീധരന്റെ സ്ഥാനത്ത് നിന്റെ മോനായിരുന്നെങ്കിൽ എന്തു നടക്കുമായിരുന്നു? ഞാനേ ആ വേലക്കാരി കെട്ടിക്കൊണ്ട് പോരുമായിരുന്നു. ഒന്നുമില്ലാത്തവളായോണ്ട് അവളുടെ ആഭരണം വിറ്റുന്നെന്ന് അച്ഛൻ പരാതി പറയില്ലല്ലോ. നിനക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു തലതിരിവേ തോന്നുന്നുള്ളൂ അല്ലേടാ? എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടമായ നിലയ്ക്ക് കല്യാണം ഇനി താമസിപ്പിക്കണ്ട, ഉടനെ അങ്ങ് നടത്തണം. ഉടനെ മുഹൂർത്തം നിശ്ചയിക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നടത്താം. ആ താലി കിട്ടുന്ന ജോലിയെങ്കിലും ശ്രീധരന് വിട്ടുകൊടുത്താൽ കൊള്ളാം. മോനെ, തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടനെ കല്യാണക്കുറി അച്ചടിപ്പിക്കാൻ കൊടുത്തേക്കും. അമ്മേ, ദാ പ്രസാദം. അമ്മ പറഞ്ഞതുപോലെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. എന്റെ മോനെ, നിന്നെ ഇങ്ങനെയൊന്ന് കാണാൻ അമ്മ എത്ര കാലമായി കൊതിക്കുന്നു. അമ്മയെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചല്ലേ? അതൊക്കെ മറന്നേക്ക്. അമ്മ ഇനി ഒരു വര വരച്ചേ, അതിനപ്പുറം ഞാൻ ഇനി കറക്കില്ല. പോടാ, വരയൊന്നും വരയ്ക്കുന്നില്ല. നീ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാ മതി എനിക്ക്. ചേട്ടാ, പ്രസാദം. വേണ്ട അനു, രാധികയുടെ വിവാഹം നിശ്ചയിച്ചു. അതിന് ഗോവിന്ദപിള്ള ഇവിടെ വന്നില്ലല്ലോ. വന്നു, പയ്യനെ കണ്ടു, വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവനല്ല വരൻ. ചേട്ടാ, ഗോവിന്ദപിള്ളയുടെ മകൾ രാധികയെ അറക്കൽ ശങ്കരൻ നായരുടെ അനന്തരവൻ ശ്രീധരൻ 7-ാം തീയതി കാലത്ത് 9 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. അതിനുള്ള ക്ഷണക്കത്തായത്. നീ ഇത് കണ്ടോ? കേട്ടു. ഇതിലെന്തോ ചതിയുണ്ട് ചേട്ടാ. ഉണ്ടാവണമെന്നില്ല. മകളെ വളർത്തിയ അച്ഛൻ അന്വേഷിച്ചിരിക്കും. അന്വേഷിക്കണമല്ലോ. മഴ നിന്നാലും മരം പെയ്യുമെന്നൊരു ചൊല്ലില്ലേ? സംഭവിച്ചത് അതാവും. ചേട്ടാ, ചേട്ടൻ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. 7-ാം തീയതി അതേ മുഹൂർത്തത്തിൽ തന്നെ എന്റെ മോന്റെയും കല്യാണം നടത്തണം. വേണ്ട, ഇനി എനിക്ക് വേണ്ടി ആരും പെണ്ണ് കാണണ്ട. ഈ ജീവിതത്തിൽ എനിക്കിനി വിവാഹമില്ല. മോനെ, ആഗ്രഹിച്ചു, കിട്ടിയില്ല. ഇനി വേണ്ട.
മെടുക്കൻ. എവിടാ ചേട്ടാ അവിടെ കല്യാണം? എനിക്കറിയില്ല ആശാനെ. അറിയില്ലേ? പറയടാ. അമ്പലത്തിൽ വെച്ചാണേ. കേരള വണ്ടിയില്ലേ? എങ്ങോട്ട് പോകുന്നു? അവിടെ കല്യാണത്തിന്. അത് കലക്കണോ ആശാനെ? കേരള. മോളെ, ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വലതുകാല് വെച്ച് കയറിക്കോളൂ. ഇനി നിങ്ങൾ സന്തോഷമായി ഇവിടെ ഒരു കുടുംബജീവിതം ആരംഭിക്കൂ. വലിയ വീടും രണ്ടാളുമായതുകൊണ്ട് ആദ്യമൊക്കെ അല്പം വിഷമം തോന്നും. എന്ത് വിഷമം? പരസ്പരം മനസ്സിലിണങ്ങി കല്യാണം കഴിക്കുന്ന പുതിയ തലമുറയ്ക്ക് അവര് മാത്രമുള്ള വീടാണ് ഇഷ്ടം. അല്ലേ ശങ്കരൻ നായര്? ഈ കിഴവികൾക്ക് ഇത് വല്ലതും അറിയാവോ പോയിന്ന പിള്ളേ? അതുകൊണ്ട് ഇനിയുള്ള ചടങ്ങുകൾ ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത്. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഏതായാലും പാല് കാച്ചി കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. വാ മോളെ. ക്ഷമിക്കാനോടി? മരണം വരെ ക്ഷമിക്കില്ലടി. അവൻ എന്നെ നിർത്തിയതാണടി. അതാണ് അതിന്റെ സത്യം. നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ ആശാൻ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ആ ശ്രീധരൻ കെട്ടിയത്? അതവൻ അറിഞ്ഞോണ്ട് ആശാന് ജാക്കി വെച്ചതാ. അവൻ ജയിച്ചെന്ന അവന്റെ വിചാരം. അവനെ ഞാൻ തട്ടും. അവളെയും തട്ടും. അവൾ നല്ലവൾ, എന്റെ രാധിക. എല്ലാരും കൂടെ അവളെ ചതിച്ചതാ. ചതിച്ചവരുടെ എല്ലാം പേരിങ്ങോട്ട് പറഞ്ഞു തന്നാട്ടെ ആശാനെ. തട്ടാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റൊക്കെ എന്റെ മനസ്സിലുണ്ടടാ. എല്ലാത്തിനെയും ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. എടീ, എനിക്ക് ഇനിയും കുടിക്കണം. ഒഴിക്കടേ. അയ്യോ, ഇനി കുടിക്കണ്ട. ഒഴി. രണ്ടു കുട്ടി കാലിയാക്കി കുഞ്ഞെ. ഇനി ഞാൻ കാലിയാക്കും. ഒഴിക്കടേ. ഒഴിച്ചു കൊടുക്കണേ. ഈ കാച്ചിയ മോരിൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? കടുവർത്തിട്ടോ? എന്താ ടേസ്റ്റ് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെന്നോ? 25 വർഷമായി ഞാൻ എന്നും കാച്ചിയ മോര് ഉപയോഗിക്കുന്നു. പക്ഷെ ഇവനുണ്ടല്ലോ, ഉഗ്രൻ, ഉഗ്ഗ്രൻ. ജാക്കി വെക്കണ്ട. സത്യമരാധികം ഞാനീ പറഞ്ഞത്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന എന്നെ കൂട്ടാനാ ഈശ്വരൻ എനിക്ക് കൈ തന്നിരിക്കുന്നത്. ഒരു പേടിയുള്ളൂ. പറഞ്ഞു തരാൻ ആരുമില്ല. താളപ്പിഴകൾ എന്തെങ്കിലും ഉണ്ടായാൽ പരസ്പരം ക്ഷമിക്കണം, മറക്കണം. അത് അങ്ങോട്ട്